എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കല്യാണക്കുറി കൊടുക്കാനായിട്ട് ആര്യനും ആനന്ദും കൂടെ ഉദയഭാനുവിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നീട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ശ്രീദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഏട്ടത്തിനെ കൂട്ടിക്കൊണ്ട് ഏട്ടൻ ക്ഷേത്രത്തിലേക്ക് പോക്കോ, ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിക്കോളാന്ന് പറയാം. അവസാനം അങ്ങനെ ആനന്ദ് സമ്മതിക്കുകയാണ്. ആനന്ദിന്റെ ബൈക്കിന് പുറകെ കയറി ശ്രീദേവി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ശ്രീദേവിക്ക് ഒരു മടിയുണ്ടായിരുന്നു, പക്ഷെ ശ്രീകല പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തേ. ശ്രീകല പറഞ്ഞു, ചെല്ലുമോളെ, ആനന്ദ് വിളിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാ. ആനന്ദിന് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് തന്റെ ബൈക്കിന് പിന്നില് ശ്രീദേവി കയറുന്നതന്നെ. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്നു. ക്ഷേത്രത്തിൽ ചെന്ന് രണ്ടുപേരും തൊഴുത് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എന്ത് ചെയ്യുക, നെറ്റിയിൽ ചന്ദനം തൊടുവാണ്. പിന്നീട് ആനന്ദിന്റെ നെറ്റിയിലും ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നൊക്കെയുണ്ട്. ആനന്ദിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ശ്രീദേവിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലായി. അതിനുശേഷം ശ്രീദേവിയോട് ചോദിച്ചു, അല്ല ശ്രീദേവിക്ക് പോകാൻ ധൃതിയുണ്ടോന്ന് ചോദിക്കുക. അതെന്താ, നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്ന് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ അവരവിടെ ഇരിക്കുന്നുണ്ട്. ആലിന്റെ ചുറ്റും രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് ശ്രീദേവിയോട് ചോദിച്ചു, അല്ല ഇനിയിപ്പൊ കല്യാണത്തിന് അധികം ദിവസമൊന്നും കാണത്തില്ലോ, കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അതെ, ശ്രീദേവിയുടെ മനസ്സിലെ ആഗ്രഹം എന്താ കല്യാണത്തെ കുറിച്ച് ചോദിക്കുക. ശ്രീദേവി പറഞ്ഞു, എന്റെ മനസ്സിലെ ആഗ്രഹം ചെറിയ തോതിന് കല്യാണം മതി, ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടണം എന്റെ മനസ്സിലെ ആഗ്രഹം. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ ഗംഭീരമായിട്ട് ആർഭാടമായിട്ട് കല്യാണം നടത്തണമെന്നാ. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല ആനന്ദേട്ടാ. വലിയ ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നതിനോടൊന്നും എനിക്ക് എപ്പോഴും സിമ്പിളായിട്ട് നടത്തുന്നതിനോട് താല്പര്യം എന്ന് പറയാം. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, ശ്രീദേവിയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്ന് പറയാം. അത് കൊള്ളാലോ, ആനന്ദേട്ടന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇഷ്ടമൊന്നും ഇല്ലെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കില്ല, എനിക്ക് എല്ലാം നല്ല മംഗളകരമായിട്ട് നടക്കണം. ശ്രീദേവി എന്റെ ജീവിതത്തിലേക്ക് വരണം. അതിപ്പോ എങ്ങനെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല, അത് മാത്രം എന്റെ മനസ്സിൽ ആഗ്രഹമുള്ളെന്ന് പറയാം. പിന്നീട് കുറച്ച് സമയം കൂടെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. പിന്നീട് ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാന്ന് പറയാം. വേണ്ട, ഞാൻ ഇനി ഓട്ടോ വിളിച്ച് പോയിക്കോളാന്ന് പറയാം. അത് ശരിയാകത്തില്ല, ഇവിടം വരെ ഞാൻ കൊണ്ടുവന്നതല്ലേ, ഞാൻ തിരിച്ച് വീണ്ടും അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഞാൻ പോയിക്കോളാം. അല്ലാതെ ഇനിയിപ്പോ ഇവിടെ വിട്ടിട്ട് പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. ശ്രീദേവി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആനന്ദ് എന്ത് ചെയ്യുവാണ്, ശ്രീദേവിനെ തിരികെ വീണ്ടും അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ടാണ് പോകണത്. ആ സമയത്ത് മിത്രനെ വിളിച്ചോണ്ട് ഗോമതി പോകുന്നുണ്ട്. അപ്പൊ ഗോമതിയാണെങ്കിൽ ആകെപ്പാട് ടെൻഷനിലായിരുന്നു. മീനാക്ഷിയുടെ കരച്ചിൽ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. പാവം, തന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മീനാക്ഷിയുടെ കണ്ണ് നിറഞ്ഞ് കാണുന്നത്, ഇങ്ങനെ കരഞ്ഞു കാണുന്നത്. അല്ലെങ്കിൽ ഇതുവരെ മീനാക്ഷി കരഞ്ഞിട്ടില്ല. എപ്പോഴും ബോൾഡായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ്. എന്തൊരു പ്രശ്നം വന്നാലും അതിനെയൊക്കെ നേരിടാനായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്ന. പക്ഷേങ്കിൽ സ്വന്തം അച്ഛന്റെ അമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ തകർന്നുപോയി. കല്യാണം വിളിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ദുരനുഭവങ്ങൾ അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു മീനാക്ഷിക്ക്. അതൊക്കെ ഓർത്തിട്ടായിരുന്നു മീനാക്ഷിയുടെ വിഷമം. അതൊക്കെ ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇങ്ങനെ ഓട്ടോയിൽ പോകുന്ന സമയത്ത് മിത്ര ചോദിച്ചു, അല്ലപ്പച്ചി ഇതെങ്ങോട്ടാ നമ്മൾ പോണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു, അത് പിന്നെ ഞാന് എങ്ങോട്ടാ അപ്പച്ചി, എങ്ങോട്ടാന്ന് പറ. ഇനിയിപ്പൊ കല്യാണം വിളിക്കാൻ പോകുന്നാണോ? കല്യാണം വിളിക്കാൻ പോകുന്നാണെങ്കിൽ ക്ഷണക്കത്തൊന്നും കണ്ടില്ലല്ലോ, അങ്ങനെയാണ് കല്യാണക്കുറിയും കൂടെ എടുക്കായിരുന്നു. ഇനിയിപ്പം അല്ല അച്ഛൻ പറയില്ല കല്യാണക്കുറി കൊടുക്കാതെ വിളിക്കാൻ പോയെന്നൊക്കെ പറയില്ലേ, അപ്പച്ചി എന്തൊന്നും പറയാത്തേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, നമ്മള് കല്യാണം വിളിക്കാൻ പോകുന്നല്ലെന്ന് പറയാണ്. പിന്നെയോ നമ്മൾ പോകുന്ന മീനാക്ഷിയുടെ വീട്ടിലേക്കാന്ന് പറയാണ്. മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്കോ? അതെന്തിനാ അപ്പച്ചി ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോന്നേ? നിനക്കറിയാലോ മിത്രേ, അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ എനിക്ക് സങ്കടം വന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് അവർ വീട്ടിലൊന്ന് ചെല്ലണം, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയാണ്. മിത്ര പറഞ്ഞു, ശരിയാ, ഒരു പക്ഷേങ്കിൽ അവരൊന്ന് സംസാരിക്കുകയാണെങ്കിൽ മീനാക്ഷി ചേച്ചിയുടെ വിഷമം കുറയായിരിക്കും. പാവം, ഒത്തിരി വിഷമം ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ അവര് പറഞ്ഞനുസരിച്ച് ചോദിച്ചും കേട്ടും അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ തഹസിൽദാരുടെ വീട് എവിടെയാ എന്നൊക്കെ ചോദിച്ചും കേട്ടുമാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കോളിംഗ് ഒരു പേടി. ഇനി അവരെങ്ങനെയായിരിക്കും അവിടെ റെസ്പോൺസ് എന്ന് അറിയത്തില്ല. അങ്ങനെ അവസാനം ഗോമതി രണ്ടും ഘടിപ്പിച്ച് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഇറങ്ങി വരുന്നത് അയാളായിരുന്നു. മീനാക്ഷിയുടെ അച്ഛൻ ഇറങ്ങി വരിക. ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും പിന്നീട് ഗോമതിയുടെ മീനാക്ഷിയുടെ അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അതെ ഞാന് മീനാക്ഷിയുടെ അമ്മായിമ്മ എന്ന് പറയണേ,
എൻ്റെ മരുമോളാ മീനാക്ഷി എന്ന് പറയാം. ഇത് കേട്ടതും അവര് ബാ അകത്തേക്ക് കയറി വരാൻ പറയാണ്. ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നോളാം, അകത്തേക്ക് കയറി വരാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല, അതിനുള്ള ഇതൊന്നും അർഹതയും ഞങ്ങൾക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും അവർ എന്തിനാ പിന്നെ വന്നേന്ന് ചോദിക്കണം. അത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് തോന്നി, അതുകൊണ്ടാ മീനാക്ഷിയുടെ സങ്കടം സഹിக்க വയ്യാതെ വന്നേന്ന് പറയാം. അപ്പൊ അകത്ത് നിന്നുകൊണ്ട് മീനാക്ഷി അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷിയുടെ കല്യാണം വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോ കുറെ ചീത്തയൊക്കെ പറഞ്ഞറിഞ്ഞു മീനാക്ഷി അച്ഛനും അമ്മയും കൂടെ. പക്ഷെ അത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ മരുമോൾ അവള് എന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും കാലമായിട്ട് അവളുടെ കണ്ണ് നിറഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് അവളുടെ കണ്ണ് നിറഞ്ഞ് അവൾ കരയുന്ന കാണുന്നത്. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. എത്രയാന്ന് പറഞ്ഞാലും അവളൊരു പെൺകുട്ടിയല്ലേ, അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം പോന്നു. പക്ഷെ അവൾക്കൊരു നല്ല ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് വരെ അവൾക്ക് കരയേണ്ടി വന്നിട്ടില്ല. എന്റെ കുടുംബത്തിൽ വന്നിട്ട് ഇന്ന് വരെ ഞങ്ങൾ ആരും അവളെ കരയിച്ചിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനും ഒരു പെണ്ണല്ലേ, എനിക്ക് മനസ്സിലാവും അവളുടെ വിഷമം. കാരണം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാനിതുപോലെ എൻ്റെ ഭർത്താവിനോടൊപ്പം ഓടിപ്പോന്ന. പക്ഷെ ഇന്ന് വരെ ഞാനും ബാലേട്ടൻ തമ്മിൽ അധികം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്കറിയാം എൻ്റെ വീട്ടുകാരെ പിരിഞ്ഞിരിക്കുമ്പോൾ വേദന എന്താന്ന്. അവര് മിണ്ടാതെയും പറയാതിരിക്കുമ്പോൾ ആങ്ങളമാരൊക്കെ മിണ്ടായിരിക്കുമ്പോൾ ആ വേദന എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാ അങ്ങനെ അവസ്ഥ ഒരിക്കലും മീനാക്ഷിക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, കണ്ട് സംസാരിക്കാനായിട്ട്. ഒരുപക്ഷെ നിങ്ങൾ അവളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അവളുടെ പകുതി വിഷമവും കുറയും. അതുകൊണ്ട് ഒന്ന് അപേക്ഷിക്കാൻ വേണ്ടി മാത്രം വന്നാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷിയുടെ അമ്മ ഒന്നും മിണ്ടിയില്ല, ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അകത്ത് മീനാക്ഷി അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന നല്ല മരുമോളാ അവള്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അവളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൽ ചെന്ന് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള അവൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഇന്ന് വരെ അവള് ഞങ്ങൾക്കൊരു ബാധയായിട്ട് മാറിയിട്ടില്ല. ഞങ്ങൾ അവളെ പൊന്നുപോലെ നോക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും ഞങ്ങളെ അച്ഛനെ അമ്മേനെ പോലെ തന്നെയാ എന്നെയും ബാലേട്ടനെയും അവള് കാണുന്നത്. അപ്പൊ അവളുടെ കണ്ണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വന്നതാ. പറ്റുമെങ്കിൽ അവളോടൊന്ന് വിളിച്ച് സംസാരിക്കണം. അവളുടെ മനസ്സിൽ അത്രയ്ക്കും വിഷമമുണ്ട്. ഞാനും ഒരു അമ്മയാ, എനിക്കും ഈ വിഷമങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വന്നേ. പിന്നെ എൻ്റെ മൂത്ത മകന്റെ വിവാഹമാണ്. അപ്പൊ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനും കൂടെ വരണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വരിക എന്ന് പറഞ്ഞിട്ട് ബാ മിത്രൻ എന്ന് പറഞ്ഞ മിത്രനെ കൂട്ടിക്കൊണ്ട് ശരി എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് അവരും കൂടെ പോവാണ്. ഈ സമയം ഒന്നും മിണ്ടാതെ അവരകത്തേക്ക് പോയി അങ്ങോട്ട് കഥ അടയ്ക്കുവാണ്. പിന്നീട് മീനാക്ഷി വരുവാണ്. മീനാക്ഷി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മേനെയും കാണുന്നില്ല, മിത്രനെയും കാണുന്നില്ല. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, അല്ല അനുസരിച്ച് ചോദിച്ചു, അമ്മയ്ക്ക് എന്തേന്ന് ചോദിക്കാം. അവര് പുറത്തു പോയെന്ന് പറയാം. പുറത്തു പോയി എവിടെ? അത് പതിവില്ലാത്തതാണല്ലോ അങ്ങനെ പുറത്തു പോകുന്നേ. തന്നെയാണ് അമ്മ പോയെന്ന് ചോദിക്കും. അല്ല മിത്രയിച്ചാണെന്ന് പറയണ. മിത്രൻ രണ്ടുപേരും കൂടി ഇത് എങ്ങോട്ട് പോയതാ? ഏതോ കടയിലൊന്നും അമ്മ ഇങ്ങനെ പോവാറില്ലല്ലോ എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനുസരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം അനുസരയുടെ കള്ളത്തരം പിടിക്കപ്പെടുവാണ്. അപ്പൊ അനുസരിക്ക് അറിയായിരുന്നു മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോയതാന്നുള്ള കാര്യമൊക്കെ. അവസാനം അനുസരി പറഞ്ഞു, അതെ മീനാക്ഷി ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതെന്ന് പറയണേ. എന്റെ വീട്ടിലേക്കോ? അതെന്തിനാ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോമതിയും ഇത്രയും കൂടെ അങ്ങോട്ട് വരുന്നത്. വന്നു കഴിയുമ്പോഴത്തേനും ഗോമതിയുടെ അടുത്ത് എന്നിട്ട് മീനാക്ഷി വെച്ചു, അല്ലമ്മേ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. അത് പിന്നെ ഞങ്ങൾ കടയിൽ വരെ പോയതാ സാധനം വാങ്ങാൻ. കടയിൽ സാധനം മേടിക്കാനോ? എന്നിട്ട് സാധനം എന്തിയാ കയ്യിലില്ലോ എന്ന് പറയാം. അത് പിന്നെ ബാലേട്ടൻ വരുമ്പം കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. ദേമേ വെറുതെ കള്ളത്തനം പറയില്ല എൻ്റെ അടുത്ത്, സത്യം പറ എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിക്കുവാണ്. അത് പിന്നെ ഞാന് അപ്പോഴേക്കും അനുസരി കണ്ണുകൊണ്ട് കാണിച്ച് ഞാൻ പറഞ്ഞെന്നുള്ളേ. അവസാനം ഗോമതി പറഞ്ഞു, അതെ ഞാൻ പോയത് മീനാക്ഷിയുടെ വീട്ടിലേക്കാന്ന് പറയാണ്. എൻ്റെ വീട്ടിലേക്കോ? അതെന്തിനാ അങ്ങോട്ട് പോയത്? അത് അവരോട് സംസാരിക്കാനായിട്ട്. നീ കരയുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല മീനാക്ഷി, ഞാൻ അവിടെ ചെന്ന് അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയതാന്ന് പറയണം. ആ സമയം മിത്ര പറഞ്ഞു, അമ്മ വേറൊന്നും പറഞ്ഞില്ല, മീനാക്ഷി ചേച്ചിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. മീനാക്ഷി ചേച്ചിയുടെ കണ്ണെറിഞ്ഞ പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പോയെന്ന് പറയാം. ഇത് കേട്ടത് മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായി. ഗോമതിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവല്ലോ, എനിക്കറിയാം ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ആ വിഷമം മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടല്ലോ, അതന്നെ എൻ്റെ ഏറ്റവും വലിയ പുണ്യം. കാരണം എൻ്റെ അമ്മയ്ക്ക് പോലും എൻ്റെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിമ്മയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ ഈ നന്ദിയും കടപ്പാടും പറഞ്ഞറിയിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാന്ന് പോലും അറിയത്തില്ല. അവരെന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് പോലും അറിയത്തില്ല. വേണ്ടിയിരുന്നില്ല. അവർ ചിലപ്പം അമ്മേനെയൊക്കെ നാണം കെടുത്തിയാണെന്ന് പറയാം. ഇത് കേട്ടതും കോമതി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അങ്ങനെയൊന്നും നാണം കെടാനും പോയതല്ല. അവരെന്തേലും പറഞ്ഞാലും കേട്ടിടങ്ങ് തിരിച്ചു പോലുള്ളൂ. തിരിച്ചു പോലും ഒന്നും പറയത്തില്ലായിരുന്നു. അവരങ്ങനെയൊന്നും പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല കേട്ടോ. ഇനി കുഴപ്പമൊന്നുമില്ല, പേടിക്കായിരിക്കും മീനാക്ഷി. അധികം വൈകാതെ തന്നെ നിന്നെ കാണാനായിട്ട് അവര് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറയാം. മീനാക്ഷിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ കൊടുക്കണം. പിന്നീട്
ബാലൻ വന്നു കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും കൂടെ കൂടിയിരുന്ന കല്യാണ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് എങ്ങനെ വേണം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ആ സമയം ആകാശ് പറഞ്ഞ് ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ ഏൽപ്പിക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട, നമ്മളെല്ലാത്തിനും ചെന്ന് കൊടുത്താൽ മതി, കൈയും വീശി പോയാൽ മതി, ഫുഡിന്റെ കാര്യങ്ങൾ വരെ അവരെല്ലാം നോക്കിക്കോളും, അറേഞ്ച് ചെയ്തോളും എന്നൊക്കെ പറയാണ്. പക്ഷെ ബാലന്റെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. കാരണം അധിക പൈസ അങ്ങ് ചെലവാക്കാനും പറ്റില്ല. പക്ഷെ എന്നാൽ ആർഭാടമായിട്ട് കല്യാണം നടത്തുക തന്നെ വേണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.